ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പസമയം ചിന്തയ്ക്കായി എടുത്തിട്ടുള്ള വിഷയം അനുതാപം എന്നതാണ്. അതിനാധാരമായി എടുത്തിട്ടുള്ള വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. കുറിവാക്യം സദൃശ്യവാക്യങ്ങൾ 28-ന്റെ 13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. വന്നുപോയ കുറ്റങ്ങളെയും കുറവുകളെയും ഓർത്ത് അനുതപിക്കുന്ന കാലമാണ് നോമ്പുകാലം. ഇത് ഏറ്റുപറച്ചിലിൻ്റെയും ക്ഷമിക്കലിൻ്റെയും കാലമാണ്. നമുക്ക് പറ്റിയ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ് അനുതാപം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയിലേക്കുള്ള ആദ്യ പടിയും അനുതാപം തന്നെയാണ്. അനുതാപം എന്നത് കേവലം ഒരു ദുഃഖപ്രകടനം മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തുവിനോടുള്ള നിർവ്യാജമായ ഏറ്റുപറച്ചിലാണ്. ഇന്ന് പരാമർശിച്ചിട്ടുള്ള വേദഭാഗത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ വിധി നിർണയം. തങ്ങൾ പാപമില്ലാത്തവരാണ് എന്ന യഹൂദന്മാരുടെ കപടഭാവത്തിന് നേരെയുള്ള പ്രസ്താവനയായിരുന്നു ഇത്. എല്ലാവരും തങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷണമായിരുന്നു അത്. പാപിനിയായ സ്ത്രീയെക്കാളും പാപവും അതുപോലെ പാപബോധമില്ലായ്മയും കപടതയും നിറഞ്ഞ വ്യക്തികളാണ് അവരെന്ന ബോധം അവരിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രസ്താവന. മുഖം കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ നിന്നും തങ്ങളുടെ പാപത്തെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തി യഹൂദന്മാർ അവിടെ നിന്നും കടന്നുപോയി. എന്നാൽ തൻ്റെ കുറ്റം മനസ്സിലാക്കിയ ആ പാപിയായ സ്ത്രീ മാത്രം യേശുവിൻ്റെ മുമ്പിൽ അവിടെ നിന്നു. അവൾക്ക് ദൈവകരുണ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒന്ന് അനുതപിക്കുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ദൈവസന്നിധിയിലേക്ക് തിരിയണം. യഥാർത്ഥമായി അനുതപിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും ക്രിസ്തുവിൽ ഉറപ്പുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ആമേൻ.